السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الموفين عهده. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر. ബഹുമാന ആദരവുകൾ നിറഞ്ഞ SSFൻ്റെ ഡിവിഷൻ സാരഥികൾ, പ്രിയപ്പെട്ട സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കൂട്ടുകാരെ, മതം, രാഷ്ട്രം, രാഷ്ട്രീയം എന്ന വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയമാണ് ഇവിടെ ചർവണം ചെയ്യുന്നത്. വർത്തമാന സാഹചര്യത്തിൽ വളരെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന 3 പ്രമേയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. മതത്തെക്കുറിച്ച് വേണ്ട രൂപത്തിൽ വിലയിരുത്താതെ മതത്തെ മനസ്സിലാക്കുകയും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വിഷയത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഇന്ന് വളരെ സജീവമാണ്. അതേ രൂപത്തിൽ രാഷ്ട്രവും രാഷ്ട്രീയവും അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അതിദുഃഖകരമായ സഞ്ചാരപഥത്തിലൂടെയാണ് വർത്തമാന സമൂഹം ഇന്ന് മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഈ 3 വിഷയങ്ങളെ ചർച്ച ചെയ്യുമ്പോൾ ആദ്യമായി ഇവകളെ നിർവചിക്കേണ്ടതുണ്ട്. എന്താണ് മതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് മതത്തിൻ്റെ നിർവചനം? രാഷ്ട്രീയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? യഥാർത്ഥ രാഷ്ട്രീയത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ആ വിഷയത്തിൽ എങ്ങനെയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മതം, ദീൻ എന്ന് അറബിയിൽ പറയുന്ന മതത്തിന് പണ്ഡിതന്മാർ നൽകിയ നിർവചനം അദ്ദീനു വളുഉൻ ഇലാഹിയുൻ സായിഖുൻ ലിദവിൽ ഉഖൂലി ബിഖ്തിയാരിഹിം അൽ മഹ്മൂദ് ഇലാ മാ ഹുവ ഖൈറുൽ ലഹും ബിദ്ദാത്ത്. ഇബ്നു ഹജറിൽ ഹൈത്തമി റളിയല്ലാഹു അൻഹു അവിടുത്തെ തുഹ്ഫയിൽ മതത്തെ നിർവചിച്ചതാണ് നാം വായിച്ചത്. ബുദ്ധിയുള്ളവരെ അവരുടെ ഇഷ്ടാനുസരണം ഉത്തമമായ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന അള്ളാഹു സംവിധാനിച്ച വ്യവസ്ഥതകൾ, ഇതാണ് ഈ പറഞ്ഞതിൻ്റെ ആശയം. ഇതിൽ പെടാത്തതായിട്ടൊന്നുമില്ല. മതമെന്ന് പറയുമ്പോൾ അത് കേവലം ആരാധനകൾ, അതേ രൂപത്തിൽ ചില നിയമങ്ങൾ, ചില കാർക്കശ്യങ്ങൾ,
അതിൽ മാത്രം ചുറ്റിത്തിരിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രത്യയശാസ്ത്രം അല്ല മതം എന്നുള്ളത്. മനുഷ്യ ജീവിതത്തിൻ്റെ നിഖില മേഖലകൾ ഇത് സ്പർശിക്കുന്നുണ്ട്. ചരിത്രം, ഭരണം, കർമ്മം, കച്ചവടം, രോഗം, ചികിത്സ, നിയമം, ജനാധിപത്യം, ശാസ്ത്രം, വ്യവസായം, ജോലി, കൂലി, പണം, ഇടപാട്, പലിശ എന്ന് തുടങ്ങി മനുഷ്യജീവിതത്തിൻ്റെ വ്യവഹാരങ്ങളാകുന്ന, മനുഷ്യജീവിതത്തിൻ്റെ ഇടപെടലുകൾ നടത്തുന്ന ഏതൊക്കെ മേഖലകളുണ്ടോ അതിലെല്ലാം മതത്തിന് ദർശനമുണ്ട്, കാഴ്ചപ്പാടുണ്ട്. ഈ രൂപത്തിലാണ് മതത്തെ വിലയിരുത്തേണ്ടത്. ഇനി നമ്മൾ രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, രാഷ്ട്രീയം എന്നതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്താണ്? മനുഷ്യർക്കും പ്രകൃതിക്കും ജന്തുവർഗങ്ങൾക്കും എല്ലാം അർഹമായത് കിട്ടുന്ന രൂപത്തിൽ ഉള്ളൊരു വ്യവഹാരത്തിനാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. മനുഷ്യന് കൊടുക്കേണ്ടത് മനുഷ്യന് കൊടുക്കണം, മൃഗങ്ങൾക്ക് കൊടുക്കേണ്ടത് മൃഗങ്ങൾക്ക് കൊടുക്കണം, പ്രകൃതിക്ക് കൊടുക്കേണ്ടത് പ്രകൃതിക്ക് കൊടുക്കണം. ഈ രൂപത്തിൽ സന്തുലിതമായുള്ളതായ എല്ലാ വസ്തുക്കൾക്കും വേണ്ട രൂപത്തിലുള്ള കടമ നിർവഹിക്കുന്ന ഒരു സേവന വ്യവസ്ഥിതിയാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഇസ്ലാം അങ്ങനെയാണ് രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നത്. അതല്ലാതെ കേവലം അധികാരത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള ചില കോലംകെട്ടലുകളല്ല രാഷ്ട്രീയം എന്ന് പറഞ്ഞത്. വിശുദ്ധ ഇസ്ലാം അത് വിശദീകരിച്ചിട്ടുണ്ട്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അദ്ദീനു അന്നസീഹ, ദീൻ എന്നത്, മതം എന്നത് ഗുണകാംക്ഷയാണ് എന്നു പറഞ്ഞാൽ സർവസ്വത്തിനും സർവ വസ്തുക്കൾക്കും ഗുണം കാംക്ഷിക്കലാണ്, നന്മ ഉദ്ദേശിക്കലാണ്. എന്ന് പറയുമ്പോൾ ജന്തുവർഗങ്ങൾക്ക്, മനുഷ്യവർഗത്തിന്, അതുപോലെ പ്രകൃതിക്ക് നന്മ ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിക്കലാണ് മതം എന്ന് പറഞ്ഞാൽ, ഉടനെ തിരുനബിയോട് ചോദിച്ചു, കുൽന ലിമൻ യാ റസൂലല്ലാഹ്, ആരോടാണ്, ആർക്കാണ് ഈ നസീഹത്ത് അഥവാ ഗുണകാംക്ഷ വേണ്ടത്? ഉടനെ തിരുനബിയുടെ പ്രത്യുത്തരം ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ലില്ലാഹി, സൃഷ്ടാവായ രക്ഷിതാവിനാണ്, വലി കിതാബിഹി, അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥമാകുന്ന വിശുദ്ധ ഖുർആനിനോട് ഗുണകാംക്ഷ അവൻ ഉദ്ദേശിക്കണം. എന്ന് പറഞ്ഞാൽ അതിൽ ഗുണകരമായ രൂപത്തിലായിരിക്കണം മതത്തിൻ്റെ വേദഗ്രന്ഥങ്ങളോട്, കിതാബിനോട്, ഖുർആനിനോട്, ഹദീസിനോട്, പ്രമാണങ്ങളോട് സമീപിക്കേണ്ടത്. ഇത് പറഞ്ഞിട്ട് ഹബീബായ റസൂലുള്ളാഹി വീണ്ടും പറഞ്ഞു, വലി അയിമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിം നേതൃത്വത്തോടും ഗുണകാംക്ഷ ആഗ്രഹിക്കണം, വലി ആമ്മത്തിഹിം, പൊതുസമൂഹത്തിനും എന്നു പറഞ്ഞാൽ എല്ലാവർക്കും ഗുണകരമായ രൂപത്തിൽ സേവനങ്ങൾ ചെയ്ത്, ഉപകാരങ്ങൾ ചെയ്ത് സമർപ്പിതമായ ഒരു ജീവിതം ആണ് രാഷ്ട്രീയം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു രാഷ്ട്രീയം, ഇസ്ലാമിക രാഷ്ട്രീയം, ഈ രൂപത്തിൽ രാഷ്ട്രീയത്തെ കണ്ടതുകൊണ്ട് രാഷ്ട്ര സേവനം എന്ന നിലക്ക്, ജനസേവനം എന്ന നിലക്ക് വിശുദ്ധ ഇസ്ലാം രാഷ്ട്രീയത്തെ കാണുകയും വിലയിരുത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ലോകത്ത് വിശുദ്ധ ഇസ്ലാം പടർന്ന് പന്തലിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. വിക്ടർ റോബിൻസൺ എന്നു പറഞ്ഞ വലിയൊരു ഇംഗ്ലീഷ് പണ്ഡിതനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഔഷധങ്ങളുടെ കഥ എന്ന ഒരു പുസ്തകം ഉണ്ട്. അതിൽ അദ്ദേഹം
അവതരിപ്പിക്കുന്നുണ്ട്. കൊർഡോവയിലെ വിശുദ്ധ ഇസ്ലാമിൻ്റെ വ്യാപനത്തിൻ്റെ ചരിത്രവും യൂറോപ്പിൻ്റെ അധപ്പതനത്തിൻ്റെ കഥയും പറയുന്നുണ്ട്. രണ്ടും കൂടി യൂറോപ്പിനെയും കൊർഡോവയെയും സമരസപ്പെടുത്തിയിട്ട് തുലനം ചെയ്തിട്ട് അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, സൂര്യൻ അസ്തമിക്കുമ്പോൾ യൂറോപ്പ് അധാർമികതയുടെ വിളനിലമായി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ കൊർഡോവ ആത്മീയതയുടെയും പ്രകാശത്തിൻ്റെയും ഭൂമികയായി മാറുന്നു. പ്രഭാതം പൊട്ടിവിടരുമ്പോൾ അശ്ലീലതകളും തിന്മകളും യൂറോപ്പിൽ കളിയാടുമ്പോൾ കൊർഡോവയിൽ നന്മയാണ് വിളയുന്നത്. ഇത് കൊർഡോവ കേന്ദ്രമായി വിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനം നടത്തിയ ആ ഒരു ഘട്ടത്തെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ എഴുതിയത്. ഈ ഒരു രാഷ്ട്രീയ നിലപാടാണ് വിശുദ്ധ ഇസ്ലാമിനെ ലോകത്ത് തുല്യതയില്ലാത്തൊരു പ്രത്യയശാസ്ത്രമാക്കി ഉയർത്തിയത് എന്നത് പരമമായൊരു യാഥാർത്ഥ്യമാണ്. അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. നാം മതത്തെക്കുറിച്ച് പറഞ്ഞു, എന്താണ് മതം നാം മനസ്സിലാക്കി, രാഷ്ട്രീയം എന്താണെന്ന് നാം മനസ്സിലാക്കി. മതവും രാഷ്ട്രീയവും രണ്ടു പദങ്ങളായി പറയുന്നുവെങ്കിലും യഥാർത്ഥത്തിൽ വിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രത്യയശാസ്ത്രപ്രകാരം മതത്തിൻ്റെ ധർമ്മമാണ് രാഷ്ട്രീയം എന്ന രൂപത്തിൽ വർത്തിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു തിരുവചനമുണ്ട്, അലാ ഉഖ്ബിറുക്കും ബിൽ മുഅ്മിൻ, യഥാർത്ഥ വിശ്വാസിയെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? ഹബീബിൻ്റെ ചോദ്യമാണ്. എന്നിട്ട് അവിടെ നിന്ന് വിശദീകരിക്കുന്നു, മൻ അമിനന്നാസു അല അംവാലിഹിം വ അൻഫുസിഹിം, ആരാണ് യഥാർത്ഥ വിശ്വാസി എന്ന് പറഞ്ഞത്? ജനങ്ങൾ നിർഭയത്വം ഉള്ളവരായി അവരുടെ സമ്പത്തിനും അവരുടെ ശരീരത്തിനും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് പേടിയില്ല. വൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി, യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞത് വഴിപ്പെടുന്നവൻ എന്നാണ്. മുസ്ലിം എന്ന് പറഞ്ഞ പദത്തിൻ്റെ ഭാഷാർത്ഥം കീഴ്പ്പെടുന്നവൻ എന്നാണ്. ആർക്കാണ് കീഴ്പ്പെടേണ്ടത്? ജഗനിയന്താവായ സർവാധിപനായ രക്ഷിതാവിനാണ്. അങ്ങനത്തെ ഒരു മുസ്ലിം ആരാണ്? സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി, അവൻ്റെ നാവിൽ നിന്നും കരങ്ങളിൽ നിന്നും മനുഷ്യ സമൂഹം രക്ഷപ്പെട്ടിരിക്കുന്നു എന്നു പറഞ്ഞാൽ മനുഷ്യന് ഗുണമായത് മാത്രം വർത്തിക്കുന്ന, ഗുണങ്ങൾ മാത്രം സപ്ലൈ ചെയ്യുന്ന, ഗുണങ്ങൾ മാത്രം വിതരണം ചെയ്യുന്ന, നന്മ മാത്രം പ്രകാശിപ്പിക്കുന്ന മനുഷ്യരാണ് യഥാർത്ഥത്തിൽ മുസ്ലിമും മുഅ്മിനുമായി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയത്. ഇവിടെയാണ് നാം രാഷ്ട്രീയത്തെ വിലയിരുത്തേണ്ടത്. വർത്തമാന സാഹചര്യത്തിൽ രാഷ്ട്രീയം എന്ന പദവും രാഷ്ട്രീയവും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സാഹചര്യമാണ്. കേവലം അധികാരത്തിനുള്ളൊരു സംവിധാനമായി ഇന്നത്തെ രാഷ്ട്രീയത്തെ തെറ്റിദ്ധരിക്കുകയും അതേ രൂപത്തിൽ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുകയും ചെയ്തിട്ടുണ്ട്. അധികാരം എന്നത് ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ വീക്ഷണകോണിലൂടെ വീക്ഷിക്കുമ്പോൾ അധികാരം എന്നത് രാഷ്ട്ര സേവനം ചെയ്യുന്നവന് ഉണ്ടാവാം. അതെങ്ങനെയായിരിക്കണം ഉണ്ടാവേണ്ടത്? സേവനങ്ങളുടെയും നന്മയുടെയും കാരണം കൊണ്ട് ബാഹ്യ സമ്മർദ്ദങ്ങളില്ലാതെ മനുഷ്യ മനസ്സിൽ ഇവനോടുള്ള സ്നേഹം അങ്കൂരിക്കുകയും ആ സ്നേഹത്തിൽ നിന്ന് ഇവന് കിട്ടുന്ന അംഗീകാരവുമായിട്ടായിരിക്കണം അധികാരം ഉണ്ടായിരിക്കേണ്ടത്. വർത്തമാന സാഹചര്യത്തിൽ അങ്ങനെയല്ല. അധികാരത്തിനു വേണ്ടി സർവ്വ തിന്മകളും ചെയ്യുന്ന അതിദുഃഖകരമായൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിക രാഷ്ട്രീയം എന്ന് പറഞ്ഞത് അത് സേവനമാണ്, നന്മയാണ്, നന്മയ്ക്കു വേണ്ടിയുള്ള പ്രവർത്തനമാണ്, നന്മയുടെ പ്രകാശം പരത്തുവാനുള്ള സേവനം ആണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ദൃഷ്ടിയിൽ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ.
അതിൽ തുല്യാവകാശമുണ്ട്, ജനാധിപത്യമുണ്ട്, മനുഷ്യ സേവനമുണ്ട്, കാരുണ്യത്തിൻ്റെ കരസ്പർശമുണ്ട്. ഇതെല്ലാം ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ ദർശനത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെയാണ് നാം വർത്തമാന സാഹചര്യത്തിൽ രാഷ്ട്രീയത്തൊന്ന് വിലയിരുത്തേണ്ടത്. നമ്മുടെ കേരളത്തിൻ്റെ ജനസംഖ്യ എത്രയാണ്? 3,93,97,677 കേരളത്തിലെ ജനസംഖ്യയാണ്. രാഷ്ട്രത്തിന് സേവനം ചെയ്യുന്നവർ ഈ 3,93,97,677 പൗരന്മാർക്കും തുല്യമായി അവകാശങ്ങൾ വച്ചുകൊടുക്കുമ്പോഴാണ് അത് യഥാർത്ഥ രാഷ്ട്രീയമാകുന്നത്. എന്നാൽ വർത്തമാന രാഷ്ട്രീയത്തെ നമ്മളൊന്ന് വിലയിരുത്താം. കേരളത്തിൽ ഗവൺമെൻറ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ കണക്കെത്രയാണ്? 5,11,075. 3,33,00,000 വരുന്ന കേരളത്തിലെ പൗരന്മാരിൽ ന്യൂനപക്ഷമാണ് വളരെ ചുരുങ്ങിയ ഗവൺമെൻറ് ജോലിക്കാർ. പക്ഷെ നമ്മുടെ റവന്യൂ വരുമാനത്തിൻ്റെ 70% ഇന്ന് നമ്മുടെ ഗവൺമെൻറ്റുകൾ, അതേത് രാഷ്ട്രീയമാവട്ടെ, ഇടതാവട്ടെ വലതാവട്ടെ, ഇന്ന് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് 70% ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് ജോലിക്കാർക്കുള്ള ശമ്പളവും ഗവൺമെൻറ്റിൽ ജോലി ചെയ്തവർക്കുള്ള പെൻഷനും വേണ്ടി 70% ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ രാഷ്ട്രീയം യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചതിൻ്റെ ഒരു വ്യക്തമായ ഉദാഹരണമാണ് ഞാനിവിടെ പറഞ്ഞത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, രാഷ്ട്രത്തിൻ്റെ സേവനത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ മാത്രമാണോ? ഒരിക്കലുമല്ല. നമ്മുടെ രാജ്യത്ത് മൊത്തം ദേശീയോൽപാദനത്തിന് 37% ഉപയോഗിക്കുന്നത് കൃഷിയിൽ നിന്നാണ്. ഇന്ന് കർഷകർ തണുത്തുറഞ്ഞ ഡൽഹിയുടെ തെരുവീതിയിൽ പ്രതിഷേധത്തിൻ്റെ ജ്വാലകൾ തീർത്തുകൊണ്ട് പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഭാവിയുടെ വാഗ്ദാനങ്ങളാകുന്ന നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ചില ചിന്തകളിലേക്ക്, രാഷ്ട്രബോധത്തിലേക്ക്, രാഷ്ട്രീയത്തിൻ്റെ ചിന്തയിലേക്ക് നിങ്ങളുടെ മനസ്സിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ 37% ഉപയോഗിക്കുന്നത് കൃഷിയിടത്തിൽ നിന്നാണ്. ഇന്ത്യ രാജ്യത്തെ മൊത്തം കണക്കെടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യയിൽ 70% കൃഷി കൊണ്ട് ജീവിക്കുന്നവരാണ്. 60% മനുഷ്യശക്തിയും മാനുഷിക ശക്തിയും ഉപയോഗിക്കുന്നത് കാർഷിക രംഗത്താണ്. എന്നു പറഞ്ഞാൽ, പറഞ്ഞതിൻ്റെ സംക്ഷിപ്തം, ഇവിടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിർണായക ഘടകമാണ് കർഷക സമൂഹം എന്നുള്ളത്. പക്ഷെ അവർക്ക് ഇവിടെ പെൻഷൻ ഉണ്ടോ? ഇല്ല. അവിടെയാണ് തുല്യാവകാശം എന്നുള്ളത് ഇന്ന് കാണുന്ന രാഷ്ട്രീയത്തിൻ്റെ ഏതു വിഭാഗങ്ങളാണെങ്കിലും പൗരനുള്ള തുല്യാവകാശത്തിൻ്റെ വിഷയത്തിൽ, തുല്യാവകാശം നൽകാതിരിക്കുന്ന വിഷയത്തിൽ എല്ലാവരും തുല്യരാണ് എന്നത് പരമമായ ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഇസ്ലാമിക രാഷ്ട്രീയത്തിൽ കൃഷിയെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ട്, വ്യവസായത്തെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ട്, ഇടപാടുകളെക്കുറിച്ച് പറയുന്നുണ്ട്, വ്യവഹാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഇടപാടുകളെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ തുടങ്ങി സർവ്വ വിഷയങ്ങളിലും വിശുദ്ധ ഇസ്ലാമിൽ കാഴ്ചപ്പാടുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കിയ പോലെ മതം എന്നുള്ളത് കേവലം ചില ആരാധനകളിലൂടെ ചുറ്റിത്തിരിഞ്ഞ് ചില കർമ്മങ്ങളിൽ മാത്രം തളച്ചിടപ്പെട്ട ഒന്നല്ല. മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും മതം സ്പർശിക്കുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ
കൃഷിയെക്കുറിച്ച് പ്രോത്സാഹനം നൽകിയിട്ട് തൊഴിലാളിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മാ അക്കല അഹദുൻ ത്വആമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി. ഒരു മനുഷ്യൻ ഭക്ഷിക്കുന്ന ഭക്ഷണം, ഭുജിക്കുന്ന ഭക്ഷണം, അതിലേറ്റവും പ്രധാനം തിരുനബി പറയുന്നു, ഏറ്റവും പ്രധാനപ്പെട്ടത് അവൻ്റെ കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന, തൊഴിലെടുത്തുണ്ടാക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും നല്ലത്. ഇത് പറഞ്ഞിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഅന്ന നബിയല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം, നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം കാന യഅകുലു മിൻ അമലി യദി, സ്വന്തം അധ്വാനിച്ച് ഭക്ഷണം കഴിക്കുന്ന പ്രവാചകനായിരുന്നു. അതെന്താ ദാവൂദ് നബിയെ പറയാൻ കാരണം? എന്തുകൊണ്ട് മറ്റു പ്രവാചകരെ പറഞ്ഞില്ല? ദാവൂദ് നബി എടുത്തു പറയാൻ കാരണം, ദാവൂദ് നബി ലോകം അടക്കി ഭരിച്ച സോളമാൻ ചക്രവർത്തി എന്ന് ചരിത്ര പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ പിതാവാണ്. ലോകരാജാവിൻ്റെ പിതാവും തൊഴിലെടുത്ത് ജീവിക്കുന്നു എന്ന് പറയുന്നതോടെ തൊഴിലിനും തൊഴിലാളിക്കും കർഷകനും വിശുദ്ധ ഇസ്ലാം നൽകുന്ന പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാം. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇവിടെ കൃഷിക്ക് ഇസ്ലാം വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. അവിടെ പറയാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ, കൃഷിക്കും കർഷകനും പ്രാധാന്യം കൽപ്പിക്കുമ്പോൾ ഇസ്ലാമിക രാഷ്ട്രീയത്തിൽ കൃഷി എന്നുള്ളതിൻ്റെ നിധാനം, അതിൻ്റെ മൂലധനം അള്ളാഹുവിൽ ഭാരമേൽപ്പിച്ചുകൊണ്ട് മണ്ണിനോട് മല്ലടിക്കുന്ന കർഷകൻ വിത്ത് വിതറുന്നു, വിത്തിടുന്നു. അവന് ഭാരമേൽപ്പിക്കുന്നത് ജഗനിയന്താവിലാണ്, സർവാധിപനിലാണ്. ആ റബ്ബാണ് മുളപ്പിക്കേണ്ടത്, കൃഷിയിൽ നിന്ന് ലാഭം തരേണ്ടത്. ആ ലാഭം ഉദ്ദേശിച്ചുകൊണ്ട് ഒരു കർഷകൻ പൂർണ്ണമായ സമർപ്പിതനായിട്ട് നെല്ല് വിളയിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റു വിഭവങ്ങളെ വിളയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ടുണ്ടാകുന്ന ഗുണം വലുതാണ്. എന്നാൽ വർത്തമാന സാഹചര്യത്തിൽ ഇന്ന് കർഷക രംഗത്ത് ഉള്ള അധപ്പതനത്തിൻ്റെ പല കാരണങ്ങളിൽ ഒന്ന് പരിശോധിച്ചാൽ പലിശയാണ്. ഇസ്ലാം അതിനെ നിരാകരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 5, 6 ലക്ഷം 10 ലക്ഷമൊക്കെ ബാങ്കിൽ നിന്ന് പലിശയായി വായ്പയെടുത്ത് കൃഷി ഇറക്കുന്ന കർഷകൻ, അവൻ വാഴത്തോട്ടം, വാഴക്കൃഷി നടത്തുന്നു, അല്ലെങ്കിൽ നെൽകൃഷി നടത്തുന്നു, ഇഞ്ചിക്കൃഷി നടത്തുന്നു. അതിന് 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 25 ലക്ഷം രൂപ പലിശയിൽ നിന്ന്, ബാങ്കിൽ നിന്ന് പലിശയായിട്ട് എടുക്കുകയാണ്. ഇസ്ലാം കാർഷിക രീതിയെ പ്രോത്സാഹിപ്പിക്കുന്നതോടുകൂടെ പലിശയെ നിരാകരിക്കുന്നുണ്ട്. അവനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കർഷക ആത്മഹത്യകൾ ഉണ്ടാകുന്നുണ്ട്. എന്തായിരിക്കും അതിൻ്റെ കാരണം? 25 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ട് കൃഷി ഇറക്കിയ കർഷകനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായി വന്ന മഴയും കാറ്റും വാഴകൾ മൊത്തം തകർന്നു പോകും. അദ്ദേഹം 25 ലക്ഷത്തിൻ്റെ കടക്കണിയിൽപ്പെടും. അവിടെ കർഷകന് പറ്റിയൊരു പിഴവ്, ഇസ്ലാമിക കാർഷിക ആദർശത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിൽ ഭാരമേൽപ്പിച്ചുകൊണ്ട് വിളയിറക്കുക എന്ന ഒരു സൽപ്രവർത്തനത്തിൽ നിന്നും മാറി പലിശയെ കൂട്ടുപിടിച്ചുകൊണ്ട് കൃഷി നടത്തിയത് കൊണ്ടാണ് കർഷകാത്മഹത്യയിലേക്ക് പോകുന്നത്. അതിടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. പറഞ്ഞു വന്ന വിഷയം, ഇസ്ലാമിക രാഷ്ട്രീയം അതിൽ എല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇവിടെ ഇത് പറയുമ്പോൾ, ഇസ്ലാമിക രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ, ഇന്ന് ഇസ്ലാമിക രാഷ്ട്രീയത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം, അതിനെ പറയാതിരിക്കാൻ പറ്റില്ല. എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞത്? സർവ നന്മകളും സർവർക്കും ഉദ്ദേശിച്ചുകൊണ്ട് സേവന പ്രവർത്തനം നടത്തുന്ന സൽപ്രവർത്തനം എന്ന നിലക്ക് രാഷ്ട്രീയത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എന്നാൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്താണത്? മൗദൂദിസം ഇവിടെ കൊണ്ടുവന്ന, അബുൽ ആല മൗദൂദി കൊണ്ടുവന്ന ഒരു പിഴച്ച ആശയമാണത്. ഇസ്ലാമിനെ ഭരണരാഷ്ട്രീയ കേന്ദ്രമാക്കി ചുരുക്കി. അബുൽ ആല മൗദൂദിയുടെ ഖുതുബാത്ത് എന്ന് പറഞ്ഞ ഗ്രന്ഥമുണ്ട്. മലയാളത്തിൽ അത്
IPH പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഖുത്ബാത്തിൽ അദ്ദേഹം അതിൻ്റെ 102-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, ഭരണം ഇല്ലാത്ത ഇസ്ലാം മേൽക്കൂരയില്ലാത്ത വീട് പോലെയാണ് എന്ന് പറഞ്ഞാൽ ഭരണം ഇല്ലെങ്കിൽ ഇസ്ലാം പൂർത്തിയാവില്ല. ഇത് ഒരു മഹാവിഡ്ഢിത്തമാണ്. കാരണം ഇന്ന് ലോകത്തുള്ള മുസ്ലിം സമൂഹം മൊത്തം ഭരണത്തിൻ്റെ കീഴിലാണോ, ഇസ്ലാമിക ഭരണമുള്ളിടത്താണോ ജീവിക്കുന്നത്? അല്ല. ഭരണം എന്നത് ഇസ്ലാമിൽ ലക്ഷ്യമല്ല, സേവനമാണ് ലക്ഷ്യം. ആ സേവനത്തിൽ നിന്ന് ജനമനസ്സുകളിൽ നിന്ന് കിട്ടുന്ന സ്നേഹത്തോടുകൂടെ കിട്ടുന്ന അധികാരത്തെ സ്വീകരിക്കാം എന്നല്ലാതെ ഭരണലക്ഷ്യത്തോടുകൂടെ ഒരിക്കലും ഇസ്ലാമിൽ സേവന പ്രവർത്തനം നടത്താൻ പാടില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണം സ്ഥാപിക്കാൻ വേണ്ടി ഒരിക്കലും പ്രബോധനം നടത്തിയിട്ടില്ല. റസൂലുള്ളാഹി മക്കയിൽ ജീവിച്ചു, പീഡനത്തിൻ്റെ കയ്പുനീര് കുടിച്ച് ശൈബ അബീ ത്വാലിബിൻ്റെ മലപ്രവിശ്യയിൽ ദിനരാത്രങ്ങൾ തള്ളി നീക്കി. എത്രയാണ് പ്രയാസം അനുഭവിച്ചത്. അത് കഴിഞ്ഞു മദീനയിൽ ചെന്നു, പുണ്യപ്രവാചകനെ വരവേറ്റു, സ്വീകരിച്ചു, ആ നാട് ഏറ്റെടുത്തു. പിന്നീട് നാട് മുസ്ലിം നാടായി മാറിയപ്പോൾ ഭരണം ഇസ്ലാമിക ഭരണമായി മാറി. അതുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് ഒരക്രമവും നടത്തിയിട്ടില്ല, ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. ഇസ്ലാമികവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ ലീഡറായിക്കൊണ്ട് തിരുനബിയെ തെരഞ്ഞെടുത്തപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അത് അംഗീകരിച്ചു. ഇതാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിന് കൊടുക്കുന്ന പ്രാധാന്യം. നമ്മുടെ ഇന്ത്യ രാജ്യത്തേക്ക് വന്നാൽ ബഹുമാനപ്പെട്ട മുഈനുദ്ദീൻ ചിശ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ബഹുമാനപ്പെട്ട നിസാമുദ്ദീൻ ദഹ്ലവി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ബഖ്തിയാർ കഅ്കി ദഹ്ലവി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവരൊക്കെ ഇന്ത്യ രാജ്യത്ത് ജീവിച്ച അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ്. ജീവിതം റബ്ബിന് വേണ്ടി സമർപ്പിച്ച ത്യാഗപൂർണ്ണ ജീവിതം അനുഷ്ഠിച്ചവരാണ്. അവർ ബഹുസ്വര സമൂഹത്തിലാണ് ജീവിച്ചത്. ബഹുസ്വര സമൂഹത്തിലാണ് ജീവിച്ചത്. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, മൗദൂദിസത്തിൻ്റെ പഴകിപ്പൊളിച്ചൊരാശയമാണ് ഇസ്ലാം അല്ലാത്ത ഭരണീയരുടെ കീഴിൽ, ഇസ്ലാം അല്ലാത്ത ഭരണകർത്താക്കളുടെ കീഴിൽ ഒരാൾ പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ്റെ ഇസ്ലാം പൂർത്തിയാവില്ല. ഖുത്ബാത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പല ഗ്രന്ഥത്തിലും അത് എഴുതി വച്ചിട്ടുണ്ട്. പൂർത്തിയാവില്ല എന്ന് മാത്രമല്ല, ഇസ്ലാം അല്ലാത്ത, മുസ്ലിം അല്ലാത്ത ഭരണാധിപന്റെ കീഴിൽ ഗവൺമെന്റ് ജോലിയെടുത്താൽ അത് നിഷിദ്ധമാണ് എന്ന് അബുൽ അഅ്ല മൗദൂദി പഠിപ്പിക്കുന്നു. ഈ ആശയം തന്നെയാണ് മൗലാന ഖുതുബ് ഏറ്റെടുക്കുകയും ഈജിപ്തിൽ നടപ്പാക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തത്. ഇന്ന് ആഗോളതലത്തിലുള്ള തീവ്രവാദ വിഭാഗങ്ങളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് ഒരു അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ അബുൽ അഅ്ല മൗദൂദിയുടെ ഈ വിദണ്ഡവാദത്തിലേക്ക് എത്തും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് IS ആണെങ്കിലും ഏത് തീവ്രവാദ പ്രസ്ഥാനമാണ് നമുക്ക് കാണാൻ കഴിയും. അതാണ് ഇസ്ലാമിക രാഷ്ട്രീയത്തെ തെറ്റിദ്ധരിച്ചുകൊണ്ട്, ഇസ്ലാമിൻ്റെ രാഷ്ട്രീയത്തെ വേറെ രൂപത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തെ വഴിപിഴപ്പിക്കുവാൻ വേണ്ടി ഉടലെടുത്ത പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. അതിൻ്റെ പുതിയ മുഖം അഥവാ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന രൂപത്തിലാണ് വെൽഫെയർ പാർട്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കണം, ഇതൊരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതല്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ബഹുസ്വര സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം മതം ഒരിക്കലും തീവ്രവാദത്തെയോ അക്രമത്തെയോ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഭരണത്തിന് വേണ്ടി അക്രമം നടത്താൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇവിടെയാണ് രാഷ്ട്രീയ പാർട്ടികൾ, നമുക്കറിയാം കാസർഗോഡ് നമ്മുടെ പ്രിയപ്പെട്ട ഔഫിൻ്റെ കുടുംബത്തിൻ്റെ കണ്ണുനീര് വീണുകൊണ്ടിരിക്കുന്ന ഒരു ദിവസത്തിലാണ് നമ്മൾ ഇവിടെ സംഗമിച്ചിരിക്കുന്നത്. രാഷ്ട്രീയത്തെ അക്രമത്തിൻ്റെ വേദിയാക്കി മാറ്റിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അക്രമത്തിൻ്റെ ഇരയായിരുന്നു അബ്ദുറഹ്മാൻ ഔഫ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ പ്രകാശിപ്പിക്കുമാറാവട്ടെ. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, മുസ്ലിം എന്ന് പേരുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആ രൂപത്തിൽ രാഷ്ട്രീയമായിട്ട്
ഇസ്ലാമിൻ്റെ പേര് വെച്ചുകൊണ്ട് അക്രമം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്, അവസാനത്തെ ഉദാഹരണമാണ് നമ്മൾ ഔഫിലൂടെ കണ്ടത്. എന്താണ് ഇസ്ലാമിൻ്റെ സമീപനം? ഇസ്ലാമിൻ്റെ സമീപനം എന്നാണ് ഇവിടെ കൊലയ്ക്ക് കൊല എന്ന രൂപത്തിൽ കൊല ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ മുഖം മൂടിയണിഞ്ഞ തീവ്രവാദ പ്രസ്ഥാനങ്ങളുണ്ട്. ഒരു മുസ്ലിമിനെ ഇങ്ങോട്ട് കൊന്നാൽ തിരിച്ചു കൊല്ലുന്നതിന് എന്താ തകരാറ് എന്നാണ് അവർ ചോദിക്കുന്നത്. ഇസ്ലാമിൽ അങ്ങനെ ഒരു തിരിച്ചു കൊല്ലലുണ്ടോ? ഇല്ല. വിശുദ്ധ ഖുർആൻ ഒരു കൊലപാതകത്തിൻ്റെ കഥ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ ഒരു കൊലപാതകത്തിൻ്റെ കഥ പറയുന്നു. ഹാബീലും ആബീലും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ ആ കഥ പറയുമ്പോൾ അവിടെ ഖുർആൻ പറയുന്നുണ്ട്, കൊച്ചനുജന്റെ നേരെ കടാരിയൊങ്ങിയിട്ട് കൊല്ലാൻ വേണ്ടി ഒരുങ്ങിയ സഹോദരനോട് പറഞ്ഞു, ഇതാണ് ഇസ്ലാമിൻ്റെ തിയറി, ഇസ്ലാമിൻ്റെ സമീപനം. എന്നെ വധിക്കാൻ വേണ്ടി എൻ്റെ കൊച്ചനുജ എൻ്റെ നേരെ കത്തി ഉയർത്തിക്കഴിഞ്ഞാൽ എൻ്റെ കൈ നിന്നെ തിരിച്ചു കൊല്ലാൻ വേണ്ടി ഞാൻ ഒരിക്കലും എൻ്റെ കൈ ഉയർത്തുകയില്ല. എന്താണ് അതിൻ്റെ നിദാനം? എന്താണ് കാരണം? അവിടെയാണ് ആദം നബി അലൈഹിസ്സലാമിൻ്റെ മകൻ പറയുന്നു, ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഞാൻ ഈ ലോകത്തിനെ പരിപാലിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന രക്ഷിതാവായ റബ്ബ്, ആ റബ്ബിനെ പേടിക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിൻ്റെ പേരിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ചിലർ കൊലയ്ക്ക് കൊല എന്തുകൊണ്ട് പറ്റില്ല എന്ന് ചോദിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞ് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഇന്ന് കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ കുട്ടികളെ ഒറ്റിയെടുക്കാൻ വേണ്ടിയുള്ള കുൽസിതമായ ശ്രമം നടക്കുന്നുണ്ട്. നിങ്ങളിലാണ് പ്രതീക്ഷയുള്ളത്. നിങ്ങൾ ഭാവിയിൽ നമ്മുടെ ജില്ലയെ നയിക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂട്ടുകാരിൽ നിങ്ങൾക്കെപ്പോഴും 2 കണ്ണു വേണം, അല്ല ഒരകക്കണ്ണുകൂടി വേണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം തീവ്രവാദത്തിൻ്റെ മുഖം മൂടിയണിഞ്ഞ പ്രസ്ഥാനങ്ങൾ നമ്മുടെ കുട്ടികളെ ഒറ്റിയെടുക്കുവാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒരിക്കലും ഇസ്ലാം തീവ്രവാദത്തെ അനുകൂലിക്കുന്നില്ല, ശക്തമായി എതിർക്കുന്നുണ്ട്. എത്രത്തോളം നമ്മൾ മനസ്സിലാക്കണം, ഒരാൾ ഇങ്ങോട്ട് കൊന്നാൽ തിരിച്ചങ്ങോട്ട് കൊല്ലാൻ പറ്റുമോ? ചിലർ ചോദിക്കും, അങ്ങനെ കൊന്നുകൂടെ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി മദീനയിലെ ഭരണം നടത്തുന്ന ഭരണാധിപനാണ്. ആ ഘട്ടത്തിൽ നടന്നൊരു സംഭവം, തിരുനബി ഒരു വീട്ടിൽ ചെന്നു. ഹബീബായ റസൂലുള്ളാഹി ഒരു വീട്ടിൽ ചെന്നു, സൽക്കരിച്ചു കൊണ്ടുപോയതാണ്. ഒരു യഹൂദിയുടെ വീടാണ്. അവിടെ ചെന്നപ്പോൾ സുഭിക്ഷമായ ഭക്ഷണം തളികയിൽ വെച്ചിട്ടുണ്ട്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ അവിടെ ഒരു അത്ഭുതം നടക്കുകയാണ്. എന്താ നടന്ന അത്ഭുതം? ഈ ഭക്ഷണപാത്രത്തിൽ നിന്ന് ഒരു മാംസക്കഷ്ണം തിരുനബി ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ഹബീബ് ഇങ്ങനെ നോക്കി. സദസ്സ് മൊത്തം, ആ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സദസ്സ് മൊത്തം തിരുനബിയെ നോക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കഷ്ണത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഈ മാംസക്കഷ്ണത്തിൽ ആരോ വിഷം വച്ചിട്ടുണ്ട്, അത് ഈ മാംസക്കഷ്ണം എന്നോട് പറഞ്ഞു. സദസ്സാകെ ഇളകൂലേ? മദീനയിലെ ഭരണാധിപനെ വധിക്കാൻ വേണ്ടി ചതിച്ചുകൊണ്ട് ഭക്ഷണത്തിൽ വിഷം വച്ച് ഒരു കുൽസിത ശ്രമം കൊലപാതകത്തിന് വേണ്ടിയുള്ള നടത്തിയിരിക്കുന്നു. സ്വഹാബത്ത് അവിടെയുണ്ട്. സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആരാ ഭക്ഷണം പാകം ചെയ്തത്? അടുക്കളയിലെ മൂലയിൽ നിന്ന് ഒരു യഹൂദി പെണ്ണിനെ കൊണ്ടുവരപ്പെട്ടു. നീയാണോ ഭക്ഷണം പാകം ചെയ്തത്? പെണ്ണ് പറഞ്ഞു, ഞാനാ ഭക്ഷണം പാകം ചെയ്തത്. നീ ഈ മാംസത്തിൽ വിഷം വെച്ചിട്ടില്ലേ? പെണ്ണ് പറഞ്ഞു, ശരിയാ, വിഷം വെച്ചിട്ടുണ്ട്. ഖലീഫയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇസ്ലാമിൻ്റെ 2ാമത്തെ ഖലീഫയാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖം വിവർണമായി, ഇരുനേത്രങ്ങളും വല്ലാതെ തുറന്നു. ആ കത്തുന്ന കണ്ണുമായിട്ട് ആ പെണ്ണിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. കാരണം ചെയ്തത് കൊടുംപാതകമാണെന്നതിൽ തർക്കമില്ല. ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണാധിപനെ വധിക്കാൻ വേണ്ടി ചതിയിലൂടെ ഭക്ഷണം കൊടുത്തു. ഇന്ത്യയുടെ നിയമപ്രകാരം
ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ വധിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ശ്രമിക്കുന്നു. അംഗരക്ഷകരിൽ ഒരാൾ വെടിയുതിർത്തു. ആ പ്രതിയെ നിഷ്ഠൂരമായി വധിച്ചു കളഞ്ഞു. ഇന്ത്യയുടെ ജുഡീഷ്യറി ഒരിക്കലും അദ്ദേഹത്തിനെതിരെ ശിക്ഷ വിധിക്കില്ല. എന്താ കാരണം? പ്രധാനമന്ത്രി ഭരണാധിപനെ വധിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഭരണാധിപന്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം വെടിയുതിർത്തത്. അദ്ദേഹം കുറ്റക്കാരനാവില്ല. ഇവിടെയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന സമൂഹത്തിന് പാഠമായിട്ട് തിരുനബിയുടെ രാഷ്ട്രീയം എന്താ പഠിപ്പിച്ചത്? സയ്യിദുനാ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പെണ്ണിനെ കൊല്ലാനൊരുങ്ങിയപ്പോൾ തിരുനബി ചോദിച്ചു, എന്തിനാ വിഷം വെച്ചത്? ആ പെണ്ണൊരു തന്ത്രം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞാൻ വിഷം വെച്ചത് അങ്ങ് പ്രവാചകനാണോ എന്നറിയാനാണ്. കാരണം അങ്ങ് പ്രവാചകനാണെങ്കിലോ ആ ഭക്ഷണം ഭക്ഷിക്കില്ല. ഇനി പ്രവാചകനല്ലെങ്കിലോ അങ്ങയുടെ കഥ കഴിഞ്ഞോട്ടെ. പെണ്ണ് ഒരു കുതന്ത്രത്തിന് പറഞ്ഞതാണ്. അതൊന്നുമല്ല, യഹൂദികൾ ചതിച്ചു കൊല്ലാൻ ശ്രമിച്ചതാണ്. അവിടെ സയ്യിദുനാ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു ആ പെണ്ണിനെതിരെ തിരിഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അരുത്, പാടില്ല. കാരണം ആ പെണ്ണിനെതിരെ നടപടിയെടുക്കണമെങ്കിൽ ഇസ്ലാമിൻ്റെ റൂൾസ് ഉണ്ട്, ഒരു നിയമമുണ്ട്. കോടതിയിൽ കേസെത്തണം, ജുഡീഷ്യറി വിധിക്കണം, വധശിക്ഷ വിധിക്കണം. എന്നാലോ പൗരന് നിയമം കയ്യിലെടുക്കാൻ പറ്റുമോ? ഇല്ല. അവിടെയും ഇസ്ലാമിക കോടതി വിധിച്ച രൂപത്തിലായിരിക്കണം വധശിക്ഷ നടപ്പാക്കേണ്ടത്. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ രാഷ്ട്രീയത്തെ, തീവ്രവാദത്തിൻ്റെ ചില സംഘടനകൾ രാഷ്ട്രീയ മുഖം മൂടി അണിഞ്ഞ് എന്താ ഫസലിനെ കൊന്നതിന് തിരിച്ചു കൊന്നുകൂടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മളാരും തെറ്റിദ്ധരിച്ചു പോവരുത്. ബദറിൻ്റെയും മുഹദിൻ്റെയും കഥകൾ പറഞ്ഞിട്ട്, ഇസ്ലാമിൻ്റെ ജിഹാദിൻ്റെ കഥകൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളാരും വീണു പോവരുത്. ഇസ്ലാമിൽ യുദ്ധമുണ്ടായിട്ടുണ്ട്, സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിലാർക്കും തർക്കമില്ല. എപ്പോഴും ഉദിനലില്ലദീന യുഖാതലൂന ബിഅന്നഹും ദുലിമു. അവിടെയാണ് ഇസ്ലാമിൻ്റെ ജിഹാദിൻ്റെ യഥാർത്ഥ ലക്ഷ്യം. ഇങ്ങോട്ട് യുദ്ധം ചെയ്യപ്പെടുന്ന സമൂഹത്തിന് അവരാക്രമിക്കപ്പെട്ടു എന്നുള്ള കാരണം കൊണ്ട് പ്രതിരോധിക്കാൻ ഇസ്ലാം അനുമതി കൊടുത്തിട്ടുണ്ട്. അതായിരുന്നു ബദർ, അതായിരുന്നു ഉഹദ്, അതായിരുന്നു ഖന്തഖ്. ഏത് ചരിത്രം പരിശോധിച്ചാലും നമുക്ക് കാണാൻ കഴിയും. ആ അക്രമത്തിനെതിരായിട്ട് ഉള്ള ഒരു പ്രതിരോധമായിരുന്നു ഇസ്ലാമിക യുദ്ധം എന്ന് പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാം രാഷ്ട്രീയത്തിനും രാഷ്ട്രത്തിനും പ്രാധാന്യം നൽകുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഹയാത്തു ഇഅ്തിഖാദും വജിഹാദ്. ഇസ്ലാം ഈ ജീവിതം എന്ന് പറഞ്ഞത് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം കളങ്കരഹിതമായ വിശ്വാസം, അതൊന്നാമത് വേണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പവിത്രമായ ആദർശത്തിന്റെ പാതയിൽ വ്യതിചലിക്കാതെയാണ് നമ്മളുള്ളത്. അല്ലാഹു മരണം വരെ നിലനിർത്തുമാറാവട്ടെ. മറ്റൊന്ന് ജിഹാദാണ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ സമരമാണ്. സമരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇസ്ലാമിൽ സമരമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സമരം ഏതാണ്? അത് ആത്മസമരമാണ്. സ്വന്തം ശരീരത്തോടുള്ള ജിഹാദ് എന്ന് പറഞ്ഞാൽ തിന്മയിലേക്ക് നമ്മുടെ മനസ്സ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ, നീ ഒരു SSFകാരനാണ് എന്നുള്ള ആ SSFന്റെ മെമ്പർഷിപ്പ് നിനക്കൊരു പ്രതിരോധമാണ്. ഞാൻ അതിന് പോവാൻ പാടില്ല, കാരണം ഞാൻ SSFകാരനാണ്. അതൊരു സമരമാണ്. എന്തിനോടുള്ള സമരം? നമ്മുടെ ആത്മാവിനോടുള്ള സമരം. അതാണ് സമരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നീട് നമ്മൾ എഴുതുന്നു, അത് സമരമാണ്. പ്രസംഗിക്കുന്നു, സമരമാണ്. പ്രവർത്തിക്കുന്നു, സമരമാണ്. നന്മയ്ക്കു വേണ്ടിയുള്ള ഏതൊരു പോരാട്ടത്തിൻ്റെ കഥകളെടുത്താലും അതെല്ലാം സമരമാണ്. പക്ഷേ അതാണ് യഥാർത്ഥ വിശുദ്ധ ഇസ്ലാമിൻ്റെ ആദർശത്തിനു വേണ്ടിയുള്ളതാവണം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മതം, രാഷ്ട്രം, രാഷ്ട്രീയം, ഈ മൂന്ന് സമസ്യകളെ നമ്മൾ വിശദീകരിച്ചു, നാം പഠിച്ചു, ചർച്ച ചെയ്തു. തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മതത്തെയും മതത്തിൻ്റെ ദർശനത്തെയും ഉൾക്കൊള്ളുകയും രാഷ്ട്രീയത്തെ യഥാർത്ഥ രാഷ്ട്രീയമായി ഉൾക്കൊള്ളുകയും അതിലൂടെ രാഷ്ട്രത്തിന് സേവനം ചെയ്യുകയും ചെയ്യുന്ന ഒരു നന്മയുടെ വാഹകരായി നമുക്ക് മാറാൻ കഴിയണം.
അതിന് അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു.